പ്രശ്നങ്ങളാൽ നിങ്ങൾ വലയുകയാണോ? കഷ്ടതയുടെ അപ്പം നിങ്ങൾ ഭക്ഷിക്കുകയാണോ? കണ്ണീരിൻ്റെ പാനപാത്രമാണോ നിങ്ങൾ കുടിക്കുന്നത്? നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണ്. എന്താണെന്നറിയാമോ? ദൈവം സർവശക്തനാണ്. അവൻ മലയെ മാറ്റാൻ തക്ക ശക്തിയുള്ളവനാണ്. കടലിൻ്റെ മീതെ നടന്നുപോയവനാണ്. സ്വന്തം ശരീരം ഒരപ്പമായി മാറ്റി നമുക്ക് ഭക്ഷണമാക്കി തന്നവനാണ്. പിന്നെ നമ്മൾ എന്തിനാണ് ഭയപ്പെടുന്നത്? ദൈവം കൂടെയുള്ളവൻ ഒരിക്കലും ഭയപ്പെടേണ്ടതില്ല. ദൈവത്തോടൊത്ത് ജീവിക്കുന്നതാണ് സൗഭാഗ്യം, ഭൂമിയിലെ സൗഭാഗ്യം. അപ്പോൾ ദൈവത്തെ ആശ്രയിക്കാം, ദൈവത്തെ നമുക്ക് വിശ്വസിക്കാം, ദൈവത്തെ സ്നേഹിക്കാം. സ്വന്തമായി സ്നേഹിച്ച് കൂടെ നടക്കുന്ന ദൈവമാണ് നമ്മുടേത്. നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ ദൈവം നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരും. ഭൂമിയിൽ നമുക്ക് ആവശ്യമായതെല്ലാം ദൈവം തരാൻ ശക്തനാണ്. കാരണം ദൈവം നമ്മളെ സൃഷ്ടിച്ചപ്പോഴേ നമുക്കറിയാം, ദൈവത്തിനറിയാം ഇത്ര കാര്യങ്ങൾ, ഇന്ന ആവശ്യങ്ങൾ ഈ മക്കൾക്കുണ്ട്. അപ്പനതെല്ലാം നന്നായി അറിയുന്നവനാണ്. അപ്പൻ ഈ ആവശ്യങ്ങളെല്ലാം സാധിച്ചു തരും. നമുക്ക് വിശ്വസിക്കാം, സ്നേഹിക്കാം. നമ്മൾ ഉറപ്പ് കർത്താവാണ്. നമ്മുടെ ഉറപ്പായ പാറ ദൈവമാണ്. നമുക്ക് വിശ്വസിച്ചുകൂടെ? നമുക്ക് ജീവിക്കാം വിശ്വാസത്തോടെ, പ്രതീക്ഷയോടെ, പ്രത്യാശയോടെ. നിങ്ങൾ കേട്ടിട്ടില്ലേ? ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ, ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. ഇന്നോളം ദൈവമെന്നെ കാത്തതോർത്തു പോവുകിൽ, എത്ര കാലം ജീവിച്ചെന്നാലും നന്ദി ചൊല്ലിത്തീരുമോ? ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ. കേട്ടോ? ദൈവം തന്നതല്ലാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നുമില്ല. അപ്പോൾ ദൈവം നമുക്ക് ആവശ്യമായതെല്ലാം തരും. ഇന്നോളം കാത്തു പരിപാലിച്ച ദൈവം നാളെയും നമ്മുടെ ആവശ്യങ്ങളിലേക്ക് കടന്നു വരികയും നമ്മളെ സഹായിക്കുകയും ചെയ്യും. നമുക്ക് പ്രത്യാശയോടെ, പ്രതീക്ഷയോടെ ആ കരങ്ങളിൽ മുറുകെ പിടിക്കാം. നിരാശ നമ്മളെ വിട്ടുപോകട്ടെ, പ്രത്യാശ നമ്മളിൽ നിറയട്ടെ.